കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആയിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞില്ലായിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനായാൽ അവൻ യേശുക്രിസ്തുവിന്റെ സൂക്ഷ്മമായ പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ ഉയർത്തി കാണിക്കുകയാണ് തൻ്റെ ശിഷ്യന്മാർ. അതൊരു ചരിത്രമായി അത് മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് 1 മുതൽ 1-ാം അധ്യായം 2-ാം അധ്യായത്തിലൊക്കെ നമ്മൾ അവിടെ പഠിച്ചു നോക്കുമ്പോൾ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നതായി നമുക്ക് കാണിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ആത്മാവിൽ എരിവുള്ളവരായി മാറണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ ദൈവത്തിൻ്റെ ഹല്ലേലൂയ മാർഗം, ഹല്ലേലൂയ, അത് നാം അനുഭവിച്ച് ദൈവനാമം ഇന്നതാണ് എന്ന്, ദൈവത്തിൻ്റെ കൽപ്പന ഇന്നതാണെന്ന് അറിഞ്ഞ് നാം ആ ഒരു അനുഭവത്തിലൂടെ പോകുമ്പോൾ നമുക്കൊരു എരിവുള്ളവരായി മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവായ ദൈവം, ഹല്ലേലൂയ, ദൈവവൈതലി, ഹല്ലേലൂയ, അത് കണ്ട് നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ പൗലോസിന്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ ഉപദേശം പ്രാപിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ യോഹന്നാന്റെ സ്നാനമാണോ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ സ്നാനമാണോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കത് അറിയുകയില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ പൊരുള് തിരിച്ച് കൊടുത്തപ്പോഴാണ് യഥാർത്ഥമായി അറിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നാനം ഇന്നതാണ് എന്ന്. അത് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ എരിവുള്ളവരായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് ഈ ദിനങ്ങൾ യഥാർത്ഥമായ ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് യഥാർത്ഥമായ സ്നാനം, അതിന്റെ ഉപദേശങ്ങളും അതിന്റെ മാർഗത്തിലൂടെ നടക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇത് യഥാർത്ഥമായ ദൈവത്തിൻ്റെതായ എരിവാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ സഭയോട് ചേരുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ഇതിനൊക്കെ നമ്മൾ എരിവുള്ളവരായൊന്ന് മാറുമ്പോൾ, വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ മാർഗത്തിലൂടെ നടക്കുമ്പോൾ നാം എരിവുള്ളവരായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആ ഒരു അനുഭവത്തിലൂടെ പോകുവാൻ തക്കവണ്ണം ദൈവത്തോട് അപേക്ഷിക്കുക. കർത്താവേ, എന്നെ നേർനിലത്തിലൂടെ നടത്തുമാറണമെന്ന് പറയുമ്പോൾ കർത്താവായ ദൈവം നമ്മെ നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. റോമാലേഖനം 12:11 പറയുന്നുണ്ട്, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. അപ്പോൾ ഹല്ലേലൂയ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏത് കാര്യം വന്നാലും കർത്താവിൽ എരിവുള്ളവരായി മാറുകയാണെങ്കിൽ പറയട്ടെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവായ ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ ഹല്ലേലൂയ നമുക്ക് ഉത്സാഹം ഉണ്ടാകുവാനിടയായിത്തീരും, ഉണർവുണ്ടാകുവാനിടയായിത്തീരും, പ്രത്യാശ ഉണ്ടാകുവാനിടയായിത്തീരും. അങ്ങനെ കർത്താവിനെ സേവിച്ചുകൊണ്ട് ഈ ദിനങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയുള്ളവരായി, ഹല്ലേലൂയ, ആത്മീക കൂട്ടായ്മയുള്ളവരായി നാം മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവായ ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തോട് ഒന്നും കൂടെ അടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിലൂടെ പോകുവാൻ തക്കവണ്ണം ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഇവിടെ 2 കൊരിന്ത്യർ 7:7 പറയുന്നുണ്ട്, എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിക്കുന്നതിനാൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്തോട് കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള
നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിക്കണം. അപ്പോൾ പൗലോസ് രുചിച്ചറിഞ്ഞത് ആ എരിവ് അനുഭവം അവരോട് അറിയിക്കണമെന്ന്. കർത്താവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എന്താണെന്നുള്ള ആ എരിവ് അറിയിക്കണമെന്ന് പൗലോസ് അതിൻ്റെ കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് പറയുകയാണെങ്കിൽ, ഇന്ന് ആ ദൈവം നമ്മളോട് പറയുന്നത്, കർത്താവ് നാം അനുഭവിച്ച എരിവ്, നാം ദൈവത്തിന്റെ കഷ്ടപ്പാടുകൾ നമ്മൾ അനുഭവിച്ചു, അതിന്റെ നന്മകൾ നമ്മൾ അനുഭവിച്ചു, അതിന്റെ തിന്മകൾ നമ്മൾ അനുഭവിച്ചു, അത് എരിവുള്ളതായി മാറുകയാണെങ്കിൽ എന്ന് പറയട്ടെ, കർത്താവായ ദൈവത്തെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കർത്താവായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ വിശ്വസ്തനായ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരിക്കലും കർത്താവിനെ മറുതലിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൽ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം നമ്മുടെ തീരാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അതുപോലെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിലും കമന്റ് ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.